ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആപ്പിൾ ഹൽവയുമായിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇന്നത്തെ കുക്കിംഗ്. ഇന്ന് എൻ്റെ കൂടെ കണ്ണൻചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇതുപോലുള്ള നല്ല നല്ല ഐറ്റംസ് കാണാനും നല്ല നല്ല വീഡിയോകൾ കാണാനും ഒക്കെ നിങ്ങൾ എല്ലാവരും വിദ്യാസ് രസോയ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, വീഡിയോകളൊക്കെ കാണുക. അപ്പം നമുക്ക് ആപ്പിൾ ഹൽവ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്, റെഡ്. പിന്നാണെങ്കിൽ കുറച്ച് ഏലക്കായും ഷുഗറും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്, ലെമൺ, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ആപ്പിളൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഫസ്റ്റിലെ തന്നെ ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് ഗീ ഒഴിക്കുക. നമ്മുടെ ഗീ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് നമ്മളിനി നുറുക്കി വെച്ചിരുന്ന കാഷ്യൂം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഏത് തരത്തിലുള്ള ഹൽവ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാൻ പറ്റും. സ്ട്രോബെറി വെച്ചിട്ടോ മാംഗോ വെച്ചിട്ടോ ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ ആ കാഷ്യൂ മാറ്റി ആ പാനിലേക്ക് തന്നെ നമ്മൾ ഇനിയും അരച്ച് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടേക്കണം. അപ്പോൾ തെറിച്ചല്ലെങ്കിൽ ദേഹത്തും കയ്യിലും ഒക്കെ വീഴും, പൊള്ളും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അന്നേരം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. ഇതിപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇതിന് അടിക്കൊന്നും പിടിക്കാണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഒരു 4-5 ടേബിൾ സ്പൂണ് ചേർത്തേച്ചാൽ മതി 3 ആപ്പിളിന് വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന ആപ്പിളിൻ്റെ ഒരു എണ്ണം അനുസരിച്ചിട്ട് വേണം. ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ ഗീ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അളവും അതുപോലെ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂണോളം വേണം. നമ്മളത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരും എടുത്തിരിക്കുന്ന അളവിൻ്റെ അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവും കൂട്ടാനായിട്ട്. ഇതിപ്പം നന്നായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു പോകുന്നുണ്ട്. ഞാൻ ഏലക്കാപ്പൊടി ഇടുന്നത് കാണിക്കാനായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കണ്ണൻചേട്ടൻ വരുന്നുണ്ട്. അപ്പം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇടയ്ക്കത്തെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഏലക്കാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ ലാസ്റ്റിൽ കുറച്ച് കട്ടായിപ്പോയി. ഇനി നമ്മൾ കുറച്ചുകൂടെ നെയ്യൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ദാ എത്തിപ്പോയി. കണ്ണൻചേട്ടൻ ഇങ്ങനെയൊക്കെ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം റെഡിയാക്കി കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ശരിയാക്കിക്കോളും. കണ്ണൻചേട്ടൻ്റെ അമ്മ ആണെങ്കിൽ വീട്ടിൽ വെച്ച് പണ്ട് ചക്ക ഹലുവയൊക്കെ റെഡിയാക്കുമല്ലോ. നമ്മൾ ചക്ക വരട്ടി വെക്കത്തില്ലേ, അപ്പോൾ ആ വരട്ടിയൊക്കെ വെക്കുമ്പോൾ കണ്ണൻചേട്ടനെയും ശ്രീരാജിനെയൊക്കെ വിളിച്ചിട്ട് ഇളക്കാൻ വേണ്ടി നിർത്തുമായിരുന്നു. ഇപ്പം ഞാനതുപോലെ കണ്ണൻചേട്ടനെയും കൊണ്ട് ഇങ്ങനെ ഹലുവയൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് കണ്ണൻചേട്ടൻ വന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കും.
ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും ഞാൻ ഒരു ഡ്രോപ്പോളം നമ്മൾ റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഹൽവ കാണാൻ നല്ല റെഡ് കളറിലിരിക്കുമ്പോൾ കാണാനൊരു അടിപൊളിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർത്താണ്. അത് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് നമ്മൾ ആ ഒഴിച്ച ഗീയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഗീ ഉണ്ടായിരുന്നതും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനി കളറൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചു. നമ്മളിനി ഇങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പം നമ്മളിനിയും ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത്. അതും അധികമൊന്നും വേണ്ട, ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് മതി. വളരെ കുറച്ചല്ല, 3 ആപ്പിളല്ലേ ഉള്ളൂ, അപ്പോൾ ആപ്പിളിനും ഉണ്ടല്ലോ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ജ്യൂസൊന്നും ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ലെമൺ എടുത്ത് വെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ടീസ്പൂണോളം മാത്രമേ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു ഗീയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിരിക്കുമായിരുന്നു ഈ ട്രേയിൽ, ഈ പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതുണ്ടല്ലേ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ഹൽവ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നമുക്കിതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് വൈറ്റ് എള്ളും ഒക്കെ ചേർക്കാമെങ്കിലും കൂടി കുറച്ചുകൂടി നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വീറ്റ്സൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ വിജയദശമിയും ഇങ്ങനത്തെ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഭഗവാന് നേദിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ റെഡിയാക്കി എടുക്കാം. ദീപാവലി വരുമ്പോഴും ഒക്കെ. അപ്പോൾ ഈ ആപ്പിൾ വെച്ചിട്ട് നമ്മുടെ നേരത്തെ ഞാനിതുപോലെ മറ്റേ ബോംബെ ഹലുവ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ടൈപ്പിൽ ചെയ്തെടുക്കുന്നത്, അത് കോൺഫ്ലവർ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളിനി ഒരു സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ചൂടാറുന്നിടം വരെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിവിടെ ഇരുന്ന് ഇനി ഒരു മണിക്കൂർ കഴിയട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഹൽവ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. കമൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നവർ ഇനിയും കഴിച്ചിട്ട് നിങ്ങളോട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയും കേട്ടോ. നിങ്ങൾ കേട്ടോളൂ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആപ്പിൾ ഹൽവയാണ്. ആപ്പിളിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിന് ചെറിയൊരു പുളിപ്പുണ്ട്, പിന്നെ ഏലക്കാപ്പൊടിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടെ നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ ദ ഹൽവ.